നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് വാസവനെ വിളിച്ച് ശ്രീകാന്ത് ആ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിക്രം എവിടെയാ ഉള്ളതെന്നുള്ള. അങ്ങനെ വിക്രത്തെ തേടി വാസവൻ ഇറങ്ങണം. അപ്പൊ ചപ്പാത്തിലുള്ള ഒരു ഷെഡുണ്ട്, ഒരു റബ്ബർ തോട്ടമാണ്. അപ്പൊ കുറെ സ്ഥലത്ത് വേറെ വീടുകളും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പൊ ആ ഒരു ഷെഡിനകത്ത് വിക്രം ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ വാസവൻ അങ്ങോട്ടേക്ക് തിരിക്കുവാണ്. ഈ സമയത്ത് പുളിക്കൻ എന്ത് ചെയ്തു? പുളിക്കൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാണ്. അപ്പൊ പുളിക്കനാണ് ഇതിന്റെ എല്ലാം പിന്നെ കളിച്ചിരിക്കുന്നത്. പുളിക്കനാണ് ശ്രീകാന്തിന് വേണ്ടുന്ന വിവരങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് വേദ കേട്ടിട്ടുണ്ടായിരുന്നു. വേദയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? തന്റെ വിക്രത്തിനൊരു പോറല് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേദയ്ക്ക് സഹിക്കില്ല. ഇതിന്റെ എല്ലാം പിന്നിലെ സൂത്രധാരൻ ശ്രീകാന്തേട്ടനാന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലായി. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എങ്ങനെയും വിക്രത്തെ രക്ഷിക്കണം. പെട്ടെന്ന് തന്നെ വേദ എന്ത് ചെയ്യുവാണ്? വേദ ജോസഫിനെ വിളിക്കുകയാണ്. അപ്പം ജോസഫിന്റെ കയ്യിലാണ് വിക്രത്തിന് ഫോൺ ഉള്ളതെന്നുള്ള കാര്യം വേദ കേട്ടിട്ടുണ്ടായിരുന്നു. ശ്രീകാന്ത് വിളിച്ച് പറയുന്നത്, ശ്രീകാന്തിനോട് പുളിക്കൻ പറയുന്ന കാര്യം. അപ്പൊ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. അതിന് പ്രധാനപ്പെട്ട കാരണം, ഒരു കാരണവശാലും വിക്രത്തിന്റെ ഫോൺ തേടി അല്ലെങ്കിൽ ആ ഫോണിൽ ലൊക്കേഷൻ കേടി പോലീസ് വരുമ്പോൾ പിടികൂടരുത്. പിന്നെ വിക്രത്തിനൊരു ഫോണും വേണമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. വേദ നേരെ ജോസഫിന്റെ ഫോണിലേക്ക് വിളിച്ചു. ആ സമയം വേദയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജോസഫ് എടുത്തു. കാരണം വിക്രത്തിനെ ഫോണിലേക്ക് വിളിക്കുന്നത് വേദയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഫോൺ എടുക്കുകയാണ്. ഈ സമയത്ത് ജോസഫിനോട് വേദ പറഞ്ഞു, ജോസഫെ പ്രശ്നമുണ്ട്, ഇങ്ങോട്ട് കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം കാര്യങ്ങളൊക്കെ. വിക്രം അവിടെ ഇപ്പൊ സേഫ് അല്ല, എത്രയും പെട്ടെന്ന് വിക്രത്തെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞു. വിക്രത്തെ മാറ്റണമെന്നാ? അതെ, ഒരു കാര്യം ചെയ്യാം, വിക്രത്തെ കൊണ്ട് ആ ചക്രപാണി സാറിന്റെ ഓഫീസിലേക്ക് പോരെ, ഇപ്പൊ തന്നെ പോരണമെന്ന് പറഞ്ഞു. കാരണം രാജേട്ടൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയം ജോസഫ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജോസഫ് പറഞ്ഞു, അല്ല എന്താ പേര്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ പ്രശ്നമുണ്ട്, വിക്രത്തിന്റെ ജീവൻ ആപത്താണ്. വാസവന് വിക്രത്തെ തേടി വരുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് ഇപ്പൊ കിട്ടിയ വരുക, എത്രയും പെട്ടെന്ന് തന്നെ അവിടുന്ന് ചക്രപാണി സാറിന്റെ ഓഫീസിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് ജോസഫ് വിക്രത്തെ വിളിക്കുകയാണ്. കാരണം എപ്പോഴേത് സമയത്ത് വേണം വാസവൻ അങ്ങോട്ടേക്ക് വരാം, താൻ അവിടെ എത്തുന്നതിന് മുമ്പാ വരുന്നെങ്കിൽ പറയാൻ പറ്റില്ല. അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ട് വിക്രത്തെ കിട്ടുന്നില്ല. ഇവനെ വിളിച്ചിട്ട് എന്താ കിട്ടുന്നില്ല. ആ സമയത്ത് ഭയങ്കര ടെൻഷനായി ജോസഫിന്. അപ്പോഴേക്കും ജോസഫ് പെട്ടെന്ന് വേദയെ വിളിക്കുകയാണ്. വേദയെ വിളിച്ചിട്ട് പറഞ്ഞു, വേദേ വിക്രത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. കിട്ടുന്നില്ലെന്നോ? അതെ കിട്ടുന്നില്ല. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയണം, എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണം, വിക്രത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, വിക്രത്തെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാനും ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞു. രാത്രിയോ പകലോ അങ്ങനെയൊന്നും വേദ നോക്കുന്നില്ല. രാത്രി സമയം വേദയ്ക്ക് ഒരു പേടിയും തോന്നിയില്ല. വേദ ഇറങ്ങുവാണ്. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. അപ്പോൾ ആ വഴികളും കാര്യങ്ങളൊക്കെ ജോസഫ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ടിപ്പോൾ വേദ പറഞ്ഞു, ശരി ശരി ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞിട്ട് വേദ കോള് കട്ട് ചെയ്തിട്ട് വിക്രം ഉള്ള സ്ഥലത്തെ ലക്ഷ്യമാക്കി വേദയെ നീങ്ങുവാണ്. അതേ സമയത്ത് പാവം വിക്രം ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇന്നൊരു രാത്രി ഇവിടെ തങ്ങണം, ഇന്നത്തോടുകൂടി കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവും. കാരണം പുളിക്കന് എല്ലാത്തിനും കാരണക്കാരൻ, അവനെ കൈയോടെ പിടികൂട്ടേണ്ട കാര്യങ്ങൾ എളുപ്പമാവും. ആ സമയം പുളിക്കനെ പിടികൂടാനായിട്ട് ജോസഫൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. പിന്നീട് ജോസഫ് രാജേട്ടനെ വിളിച്ച് കാര്യങ്ങൾ പറയണം. അതെ, ഞാൻ വിക്രത്തിനടുത്തേക്ക് പോവാം, ഒരു കാര്യം ചെയ്യാം, രാജേട്ടൻ എത്രയും പെട്ടെന്ന് ശ്രീനിസാറിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറ, പുളിക്കനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. രാജേട്ടൻ പറഞ്ഞു, അത് ഞാൻ ഏറ്റു, ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ ജോസഫ് വിക്രത്തിന്റെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ വിക്രത്തിനെ കണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ സമയത്ത് വാസവൻ അങ്ങോട്ടേക്ക് വരുന്നേ. വാസവൻ ആ വീടും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ വരുവാണ്. വിക്രം നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പിന്റെ ശബ്ദം കേൾക്കുന്നു. ജീപ്പോ? അത് ഇങ്ങോട്ടേക്കാണല്ലോ വരുന്നതെന്നൊരു ചിന്ത വിക്രത്തിനുണ്ടായി. പെട്ടെന്ന് വിക്രം എന്ത് ചെയ്തു? അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നേരെ ബൈക്ക് കൊടുത്തോണ്ട് പോവാണ്. പക്ഷേ എങ്കിൽ വാസവൻ പിന്നാലെ തന്നെ വന്നു. വാസവൻ കണ്ടു ബൈക്ക് എടുത്തോണ്ട് വിക്രം രക്ഷപ്പെടുന്നത്. വാസവൻ പിന്നാലെ തന്നെ പോവാണ്. വിക്രം കുറച്ചൊന്ന് ദൂരെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് സ്പീഡിൽ പോകാനായിട്ട് പോയില്ല, പറ്റിയില്ല. ഒരു കട്ടയിൽ ചാടിയിട്ട് വിക്രത്തിന് വണ്ടി അങ്ങോട്ടും ബൈക്കും കൂടെ മറിയണം. പിന്നാലെ തന്നെ വാസവൻ വന്നു. വാസവൻ വന്നു കഴിഞ്ഞ് വിക്രം എഴുന്നേറ്റ് ഓടാനായിട്ട് ശ്രമിക്കണം. പക്ഷെ ആ വണ്ടി മറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് കാലിന് ചെറുതായിട്ട് ഒരു പരിക്ക് പറ്റിയായിരുന്നു. സ്പീഡിലൊന്നും ഓടാൻ പറ്റിയില്ല. വാസവൻ പെട്ടെന്ന് വണ്ടിക്കകത്ത് ചാടി ഇറങ്ങി. വാസവന്റെ കയ്യിൽ തോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. രണ്ടും കൽപ്പിച്ചാണ് വാസവൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇതേ സമയത്ത് വേദ അവിടേക്ക് വന്നു.
കൂടെ ജോസഫും കൂടെ വരുവാണ്. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോൾ ആ ഷെഡിൽ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ വിക്രമില്ല. ദേവിനെ എവിടെ പോയി എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോഴേക്കും ജോസഫ് പറഞ്ഞു, ഇനി അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കുമോ, എങ്ങോട്ട് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയാണ്. ആ സമയത്ത് വാസവൻ പിന്നാലെ എന്നിട്ട് വിക്രത്തിനെ ഷൂട്ട് ചെയ്യുവാണ്. അപ്പോൾ ഒരു വെടിവെച്ച് കേട്ട് ഇവര് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പത്തിനും അപ്പോഴേക്കും അവർക്ക് അപകടം അടുത്തു. ആ സമയത്ത് വേദ പറഞ്ഞു, വിക്രത്തിന് എന്തോ സംഭവിച്ചിടണമെന്ന് തോന്നേ. ജോസഫ് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നമുക്ക് നോക്കാന്ന് പറയണം. വാസവൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വിക്രത്തിനോട് കൊള്ളുകയും ചെയ്തു. വിക്രം പെട്ടെന്ന് എന്ത് ചെയ്തു, അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയതാ. പക്ഷേങ്കിൽ ആ സമയത്താണ് വെടിവെച്ചത്. വിക്രം അവിടെ നിന്ന് ഉരുണ്ടുകൊണ്ട് താഴേക്ക് തന്നെ പോകണം. അപ്പൊ ഇരുട്ടായതുകൊണ്ട് വാസുവിന് കൂടുതലൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വാസു നോക്കിക്കഴിഞ്ഞപ്പോൾ വിക്രത്തിന്റെ അനക്കൊന്നും കേൾക്കുന്നില്ല. അവൻ ചത്ത് കാണും എന്നൊരു ചിന്ത വാസുവിന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അവിടേക്കൊന്ന് തെരഞ്ഞു നോക്കി, പതുക്കെ തെരഞ്ഞു നോക്കിയിട്ട് കാണുന്നില്ല. ഇനി അവൻ രക്ഷപ്പെട്ട് പോയോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ട്. അപ്പം കാടെന്ന് പറഞ്ഞാൽ റബ്ബർത്തോട്ടെ കൂടുതലൊന്നും കാണാനും പറ്റുന്നില്ല ഇരുട്ടായതുകൊണ്ട്. വാസവൻ അങ്ങോട്ടേക്ക് തിരികെ പോവാണ്. എന്താണല്ലോ അവനിട്ട് നല്ലൊരെണ്ണം കിട്ടിയിട്ടുണ്ട്, അവനിന് ജീവിച്ചിരിക്കില്ല എന്ന ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ്. വാസവൻ അങ്ങോട്ട് മാറുന്ന സമയത്ത് വേദയും ജോസഫും കൂടെ അവിടേക്ക് വരുന്നേ. അങ്ങനെ അവിടെയൊക്കെ വന്ന് അന്വേഷിക്കുകയാണ്. ഇവിടെ എവിടെയോ വിക്രം ഉണ്ടെന്ന് മനസ്സിലായി. കാരണം വെടിവെച്ച കേട്ടു. ഇനി വിക്രത്തിന് എന്താ ആപത്ത് സംഭവിച്ചതെന്ന് അറിയില്ല. ആ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ അവര് ഒടുവിൽ അന്വേഷിച്ച് വിക്രത്തിന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. വിക്രം നിലത്ത് വീട് കിടക്കുമായിരുന്നു. ഓടിച്ചെന്നും വിക്രത്തിന്റെ അടുത്തേക്ക് നിന്ന് വിക്രത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഭാഗ്യത്തിന് വിക്രത്തിന് ജീവൻ ആപത്തൊന്നും ഉണ്ടായില്ല. വെടിയേൽക്കുക തന്നെ ചെയ്തു, പക്ഷെ ജീവൻ ആപത്തൊന്നും ഉണ്ടായില്ല. ഈ സമയത്ത് ജോസഫിനോട് വേദ പറഞ്ഞു, ജോസഫെ എത്രയും പെട്ടെന്ന് വിക്രത്തെ പിടിക്കാൻ പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് പിടിച്ച് വിക്രത്തെ രക്ഷിക്കാനായിട്ട് കൊണ്ടുപോകണം. ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും വിക്രത്തെ രക്ഷിക്കണമെന്ന്. അതേ സമയത്ത് രാജേട്ടൻ ശ്രീനിവാസനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ശ്രീനിവാസനെ പോയി കണ്ട് രാജേട്ടൻ കാര്യങ്ങൾ പറയണം. പുളിക്കൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പുളിക്കനാന്ന് തോന്നിൻ്റെ പിന്നിൽ പുളിക്കൻ രക്ഷപ്പെട്ട് ഓടിയിട്ടുണ്ടെന്നൊക്കെ പറയണം. ശ്രീനിവാസൻ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. പുളിക്കൻ അങ്ങനെ ചെയ്യുമോ എന്നൊരു ചിന്തയായിരുന്നു. അവനെ ഞങ്ങൾ പിടികൂടിയതാ, പക്ഷെ അവൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോയെന്ന് പറഞ്ഞു. ശ്രീനിവാസൻ പറഞ്ഞു, അവനാണ് എന്തിൻ്റെ പിന്നിലെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞു. അവനിതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടത്തില്ല. രാജ, നീ ധൈര്യമായിട്ട് പോയിക്കോ, അവൻ ഇവിടെ എവിടെയുണ്ടെങ്കിലും അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് പുള്ളിക്ക് ശ്രീകാന്തിനെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, അതെ, എങ്ങനെയെങ്കിലും എനിക്കൊരു ഷെൽട്ടർ ഒപ്പിച്ചേരണം. കാരണം ഇനിയിപ്പോൾ ശ്രീനിസാറിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവർ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ, അവർ കാര്യങ്ങളൊക്കെ ചെന്ന് പറയുമെന്ന് പറഞ്ഞു. നീ പേടിക്കണ്ട പുളിക്ക, നിനക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ ശ്രീകാന്ത് പറയാണ്. പിന്നീട് ശ്രീകാന്ത് ചന്ദ്രശേഖരനെ വിളിച്ചു. ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാം. അവനിട്ടുള്ള പണിയായിട്ട് വാസവൻ പോയിട്ടുണ്ട്. വാസവൻ അവനെ തീർക്കുവാണെങ്കിൽ വാസവന്റെ കാര്യത്തിൽ തീരുമാനമാവും, അവൻ അകത്തു പോവും. അങ്ങനെ നമ്മുടെ ശത്രുക്കളൊക്കെ ഇല്ലാതാവും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രശേഖരൻ പറഞ്ഞു, നല്ലൊരു കാര്യം തന്നെയാണ്, നിന്റെ ബുദ്ധി സംഭവിച്ചു വന്നിരിക്കുന്നു. പക്ഷേങ്കിൽ എങ്ങാനും വാസവൻ അറിയുമോ നമ്മളാ ഇതിന്റെ പിന്നിലെന്ന്? എങ്ങനെ അറിയാനായിട്ടാ? അറിയാനൊന്നും പോകുന്നൊന്നുമില്ല. വാസവന് വിക്രത്തെ തീർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ അകത്തേക്ക് പോകത്തല്ലേ ഉള്ളൂ, അവൻ ജയിലിലും ആയിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. ഇതേ സമയം വിക്രത്തിനാണെങ്കിൽ നടക്കാൻ പോലും ശരിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ജോസഫ് വെച്ച്, ഇനി നമ്മൾ എന്ത് ചെയ്യും? കാരണം ബുള്ളറ്റ് അവൻ്റെ ശരീരത്തിൽ തുളച്ച് കയറിയിട്ടുണ്ട് വിക്രത്തിന് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെഞ്ചിൻ നേർക്ക് വെടി വെച്ച, പക്ഷേങ്കിൽ ആ കൈയുടെ ഭാഗത്തായിട്ടാണ് കൊണ്ടത്. അതുകൊണ്ട് വിക്രത്തിന് ജീവൻ അപകടം ഉണ്ടായില്ല. അപ്പോഴേക്കും വേദ പറഞ്ഞു, അതെ, എൻ്റെ പരിചയത്തിലുള്ള ഡോക്ടറുണ്ട്, ഡോക്ടർ ഇഷിത, ഒരു കാര്യം ചെയ്യാം, ഡോക്ടറെ ഞാൻ വിളിക്കാമെന്ന് പറയണം. ആ സമയത്ത് ജോസഫ് പറഞ്ഞ്, പ്രശ്നമാകുമോ? ഒരു പ്രശ്നവും ആകത്തില്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയണം. അങ്ങനെ വിക്രത്തെയും കൊണ്ട് അവരവിടേക്ക് ചെല്ലുവാണ്. അങ്ങനെ ഇഷിതയുടെ അടുത്തേക്ക് വന്നു. ഇഷിതയുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയണം. ഇങ്ങനെ ബുള്ളറ്റ് കയറുന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് വിക്രത്തെ ഒന്ന് രക്ഷിക്കണം, ഈ ബുള്ളറ്റ് ഒന്ന് മാറ്റണം എന്നൊക്കെ പറയണം. ഒടുവിൽ വിക്രത്തിനെ ശുശ്രൂഷിക്കാനായിട്ട് ഇഷിത തയ്യാറാകുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. വേദ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്ത് വന്നാലും ഏത് വന്നാലും വിക്രത്തിൻ്റെ ഒരു പോറൽ പോലും പറ്റരുത് എന്നൊരു ചിന്ത മാത്രമേ വേദയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വിക്രത്തെ രക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേദയും വിക്രങ്ങളും ഒരുമിച്ച് നിന്ന് പോരാടും. കാരണം ഇതിൻ്റെ പിന്നിൽ ശ്രീകാന്ത് എന്നുള്ള സത്യങ്ങളൊക്കെ വേദ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ വെറുതെ ഇരിക്കുക വേദ. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.